വണ്ടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണല്ലേ. നല്ലൊരു കൈയ്യടി നൽകാം. Let's give a huge round of applause. Yes, first നമുക്ക് കയാദ് മാമിലേക്ക് തന്നെ കിടക്കാം. How was the experience working in Malayalam film? We know once again you're working in Malayalam film. Once again, welcome to Malayalam film and Kerala. So please share us some few experiences, please. എല്ലാവർക്കും നമസ്കാരം. It feels really amazing to come back. I did my first film was Pattam Padam Notando, and after that I'm coming back after a very long time. So I'm very excited. I hope that you all love the character that I play, Rebecca, and I'm actually very excited. That's all. I've been going through a lot of emotions because after a very long time film is coming out. So yeah, I'm excited, and thank you so much Toby for being an amazing co-actor, and I had an amazing time working with him also. So thank you so much for coming. I have one question, like, have you picked up any Malayalam words that you are secretly proud of? Any Malayalam words, like? Right now, fans are going mad now. The word what is coming to my mind is chakkare. That's all, yeah. Yes, so അപ്പോൾ നമ്മുടെ മലയാളികളുടെ ചക്കരയാണല്ലേ, അല്ലേ? Yes, so we are lovingly calling you our Chakara, Malayalaminte Chakara. Thank you for being such a beautiful actor, such an amazing actor. Thank you so much. And Tono Cheta, as you know, the fans are waiting for your words. Please, namakayittu rendu vaakku. Hello, ellarkum namaskaram. സുഖമാണോ എല്ലാവർക്കും? നല്ലൊരു ഞായറാഴ്ചയായിട്ട് വീട്ടിലിരിക്കാവുന്നതായിരുന്നു, പക്ഷേ ഞങ്ങളെ കാണാനായിട്ട് ഇവിടെ വന്നു. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഹലോ, ആദ്യം തന്നെ ഡാൻസ് ചെയ്തിട്ടുള്ള ആ കുട്ടികളുടെ അന്യായ എനർജി ഒരു രക്ഷയില്ല. ഗംഭീരമായിരുന്നു മക്കളെ. അവർക്കും അവരെ ഈ ഡാൻസ് പഠിപ്പിക്കുന്ന അവരുടെ കൊറിയോഗ്രാഫേഴ്സ് ആയിട്ടുള്ള സാറുമാർക്കും അവരുടെ ഡാൻസ് കമ്പനിക്കും എല്ലാം എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ആദ്യം തന്നെ ഭയങ്കര സന്തോഷം തോന്നി. എയറിൻ്റെ സിനിമ മുഴുവൻ കണ്ട പോലെ അവരുടെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് വന്നപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ലവ് യു ടു. അപ്പോൾ പള്ളിച്ചട്ടമ്പി ഇപ്പം നിങ്ങളിതിൻ്റെ ടീച്ചർ കണ്ടു, ഒരു സോങ് കണ്ടു, ഇനിയൊരു സോങ് കൂടെ വരുന്നുണ്ട്. മിക്കവാറും നാളെ ആയിരിക്കും അത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ട്രെയിലർ വരും, ഒരു ടീച്ചറും കൂടെയൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളെയൊക്കെ തിയേറ്ററിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് സിനിമ കാണാനായിട്ടുള്ള ആഗ്രഹവും കൊതിയൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകണം. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു സിനിമയായിരിക്കും. ഒരു പീരിയഡ് സിനിമയാണ്, വീണ്ടും ഒരു പീരിയഡ് സിനിമയായിട്ട് ഞാൻ വരികയാണ്. പക്ഷെ അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ഷൂട്ട് തന്നെ. ഞങ്ങളെല്ലാവരും കുറേ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, പിന്നെ വിജയരാഘവൻ ചേട്ടനുണ്ടായിരുന്നു, സൂര്യചേട്ടനുണ്ടായിരുന്നു, പ്രശാന്ത് ചേട്ടനുണ്ടായിരുന്നു, കിശാന്തൻ, പിന്നെ ഒരുപാട് പേര് ഒരു 7 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ഒരു പറ്റം ആൾക്കാർ അവിടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് കുറേ ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാവുന്നൊരു സിനിമയായിരുന്നില്ല. അത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ആ സിനിമ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. പിന്നെ ഡിജോയ്ക്ക് ഇന്നിവിടെ വരാൻ പറ്റിയില്ല. അവസാനവട്ട മിനുക്കുമണികളിലാണ് സിനിമയുടെ 10-ാം തീയതി റിലീസായ കാരണം കൊണ്ട് ഡയറക്ടർ അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഡിജോയുടെ വരാനിരുന്നതാണ്. ഡിജോൻ്റെ കൂടെയും ഞാനിത് കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു സബ്ജക്റ്റാണിത്. ഓവർ ദ ഇയേഴ്സ് കുറേ മാറ്റങ്ങൾ സ്ക്രിപ്റ്റിൽ വന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ നല്ല മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയിലും വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഈ സിനിമയുടെ ഇപ്പോൾ ഡയറക്ടർ ആവശ്യപ്പെടുന്ന എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് കട്ടയ്ക്ക് കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതെല്ലാം പിന്നെ ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇതെല്ലാം സാധാരണ ഇങ്ങനത്തെ സിനിമകൾ, ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമകൾ നന്നാവാറാണ് പതിവ്. ഞങ്ങൾക്ക് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് എനർജി സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ഏപ്രിൽ 10-ാം തീയതി പള്ളിച്ചട്ടമ്പി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ അതൊന്ന് സജസ്റ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ടോവിനോ ചേട്ടനല്ലേ അഭിനയ സൗകുമാര്യതകളിലൂടെ ഒരിക്കലും മായാത്ത ഒരു കയ്യൊപ്പ് നമ്മുടെ മലയാള സിനിമാ ചരിത്ര താളുകളിൽ പതിപ്പിച്ച പ്രിയപ്പെട്ട താരത്തിനോട് ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം ആർക്കാണ് എന്ത് ചോദ്യമാണുള്ളത്? പറഞ്ഞോളൂ. നമ്മളെ ലൂസിഫർ സിനിമയിലെ ആ മാസ് ഡയലോഗ് എന്ന് പറയാം. ലൂസിഫർ സിനിമയിലെ ആ ഒരു മാസ് ഡയലോഗ് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമില്ലേ? ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത് പറയാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അത് എനിക്ക് ആ സിനിമയിൽ കിട്ടിയൊരു ക്യാരക്ടറിൻ്റെയും ആ ക്യാരക്ടറിന് കിട്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള സീനുകളുടെയും ഒരു ഇമ്പാക്റ്റാണ്. ലൂസിഫർ 2019 ഇറങ്ങിയതിന് ശേഷം 2026 അതിൽ ഒരു ഡയലോഗ് പറയാനായിട്ട് പറ്റുന്നത്. അത് ഷൂട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞതൊക്കെ പഠിച്ചു, എന്തായാലും മറന്നുപോയില്ല. കുറേ നാൾ ഓർമ്മയുണ്ടോ? വീണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PT രാംദാസിന്റെ മകൻ ജഗൻ രാംദാസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമെന്നെങ്കിൽ നിങ്ങൾക്കറിയുന്നുണ്ട്. എനിക്ക് വീണ്ടെടുക്കാനോ അവസരം മനക്ക് കിട്ടാനോ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം. വേണ്ടി വന്ന മലയാള പേര് പറയാനോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിബ്രാസ് ആൻഡ് വൺസ് അഗൈൻ ജോസ്കുട്ടി പ്ലീസ് വേദിയിൽ നമ്മോടൊപ്പം ചേരാം. ആൻഡ് അതോടൊപ്പം തന്നെ ഹരീന്ദ്രൻ വേൾഡ് വൈഡ് ഫിലിംസ് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ആയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഹരീന്ദ്രൻ സാർ വേദിയിലേക്ക് നമ്മോടൊപ്പം ചേരാം. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു മൊമെന്റ് ആണല്ലേ. നമ്മൾ പറഞ്ഞു നമ്മൾ ഏറെ നെഞ്ചേറ്റിയിട്ടുള്ള ആ ഒരു പാട്ട് കാട്ടുചെമ്പകം. അതേപോലെ തന്നെ തിയേറ്ററുകളിൽ ഇത് വമ്പൻ ഹിറ്റായി മാറാൻ പോകുന്ന മറ്റൊരു സിനിമ നമ്മൾ ഏറ്റുപാടാനും നെഞ്ചോട് ചേർക്കാൻ